നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ വർഷത്തിൽ പുതിയ നേട്ടങ്ങൾ, പുതിയ ചരിത്രങ്ങൾ, പുതിയ പടവുകൾ താണ്ടി ISRO നേട്ടങ്ങൾ താണ്ടി മുന്നേറുകയാണ്. മറ്റൊരു നാഴികക്കല്ല്, മറ്റൊരു സുവർണ നേട്ടം കൂടി പിന്നിട്ട ISRO ബഹിരാകാശത്ത് മറ്റൊരു യന്ത്രക്കൈ കൂടി വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ തിരുവനന്തപുരം VSSC നിർമ്മിച്ച ഡെബ്രിസ് ക്യാപ്ചർ റോബോട്ടിക് മാനിപ്പുലേറ്റർ പരീക്ഷണത്തിന്റെ വീഡിയോ ISRO പുറത്തുവിട്ടു. ഇത് വിജയകരമായിരിക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന ഉപഗ്രഹ ഭാഗങ്ങൾ അടക്കമുള്ള മാലിന്യം പിടിച്ചെടുക്കാൻ കഴിവുള്ള റോബോട്ടാണിത്. ഈ ഒരു ദൗത്യമാണ് ഇപ്പോൾ വിജയകരമായിരിക്കുന്നത്. വരും കാലത്ത് ബഹിരാകാശത്ത് വെച്ച് തന്നെ ഉപഗ്രഹങ്ങളിൽ വീണ്ടും ഇന്ധനം നിറയ്ക്കുന്നതടക്കമുള്ള പരീക്ഷണങ്ങൾ, അതിനും ഈ യന്ത്രക്കൈ പ്രയോജനപ്പെടുമെന്നതും മറ്റൊരു നേട്ടം. എന്തായാലും നിർണായകമായ മറ്റൊരു നേട്ടം കൂടി നമ്മൾ കൈവരിച്ചിരിക്കുന്നു എന്നത് ഏറെ പ്രശംസനീയമാണ്. അതേസമയം സ്പെഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV C-60 റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ ഒരു താൽക്കാലിക ഉപഗ്രഹമായി ബഹിരാകാശത്ത് നിലനിർത്തിയിട്ടുണ്ട്. അതിൽ വച്ചായിരുന്നു ഇപ്പോൾ വിജയിച്ച ഈ റോബോട്ടിന്റെ പരീക്ഷണവും നടത്തിയത്. തിരുവനന്തപുരം IISU നിർമ്മിച്ച നടക്കും റോബോട്ടിന്റെ പരീക്ഷണവും ഇതിൽ വെച്ച് തന്നെയായിരുന്നു നടത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണമായ സ്പെഡെക്സ് ISRO നീട്ടിവെച്ചിരുന്നു. ഇന്ന് നടക്കേണ്ടിയിരുന്ന സ്പെഡെക്സ് പരീക്ഷണമാണ് വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ISRO കഴിഞ്ഞ ഡിസംബറിൽ 30-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച സ്പെഡെക്സ് ദൗത്യത്തിലെ ചേസർ, ടാർഗറ്റ് എന്നീ 2 കൃത്രിമ ഉപഗ്രഹങ്ങളെയാണ് അതിസങ്കീർണമായ പരീക്ഷണത്തിൽ ബഹിരാകാശത്ത് വെച്ച് ഒന്നാക്കി മാറ്റേണ്ടിയിരുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് PSLV C-60 ലോഞ്ച് വെഹിക്കിൾ 2 സ്പെഡെക്സ് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത്. ഏതാണ്ട് 220 കിലോഗ്രാം വീതം ഭാരമുള്ള SDX-01 ചേസർ, SDX-02 ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് ഈ പരീക്ഷണ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. 20 കിലോമീറ്റർ അകലത്തിൽ വിക്ഷേപിക്കപ്പെട്ട ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ സാവധാനം കുറച്ചുകൊണ്ടുവന്നാണ് ഒടുവിൽ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുക. സ്പെഡെക്സ് ഡോക്കിംഗ് വിജയിപ്പിച്ചാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ രാജ്യമെന്ന നേട്ടം ഇന്ത്യക്ക് സ്വന്തമാക്കാനാകും. ഇതിനു മുമ്പ് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമേ ബഹിരാകാശ ഡോക്കിംഗ് ടെക്നോളജി വിജയിപ്പിച്ചിട്ടുള്ളൂ. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ ISROയ്ക്ക് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. സ്പെഡെക്സ് സാറ്റലൈറ്റ് ഡോക്കിംഗിനായി ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ലൈവ് സ്ട്രീമിംഗ് ഫീഡ് വരെ ISRO തുടങ്ങിയിരുന്നു. അതിനുശേഷമായിരുന്നു ഈ പരീക്ഷണം മാറ്റിവെച്ചത്. എന്തുകൊണ്ട് പരീക്ഷണം മാറ്റിവെച്ചു എന്നതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്തായാലും 9-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നേരത്തെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള സ്പെഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ PSLVക്ക് സാധിച്ചിരുന്നു. സ്പെഡെക്സ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടി തുടങ്ങിയെന്നും ISRO അറിയിച്ചിരുന്നു. PSLV റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറു പരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്ന POEM പദ്ധതിയുടെ ഭാഗമായി 24 ചെറു പരീക്ഷണങ്ങളും ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ തിരുവനന്തപുരത്തെ IIST വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റ് 2 അഥവാ ഗ്രേസ് എന്ന പേലോഡുമുണ്ട് എന്നതും ശ്രദ്ധേയം. എന്തായാലും നേട്ടങ്ങൾ ഓരോന്നായി വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പുതുവർഷത്തിൽ ISRO എന്നത് രാജ്യത്തെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.